സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയ്ക്ക് വീണ്ടും ഇഡിയുടെ സമൻസ്. ജനുവരി 7-ന് ഹാജരാകണം. വിവരങ്ങൾ ജിജീഷ് കരുണാകരനാണ് നൽകുന്നത്. ജിജീഷ്, ഈ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നുവല്ലോ. ഇപ്പോൾ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ നോട്ടീസ് സമർപ്പിച്ചിരിക്കുന്നത്? ഗൗതം, കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5:30 വരെ നീണ്ട ചോദ്യം ചെയ്യലാണ് ജയസൂര്യയെയും ഭാര്യ സരിത ജയസൂര്യയെയും അന്വേഷണ സംഘം നടത്തിയത്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സ്വാദിഖ് റഹ്മി ഈ ഒരു സേവ് ബോക്സ് ആപ്പ് എന്ന തട്ടിപ്പ് കമ്പനിയുടെ അത്തരത്തിലുള്ള ആപ്പിൻ്റെ ഉടമയായിട്ടുള്ള സ്വാദിഖ് റഹീമുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് വിശദമായി ജയസൂര്യയെ ചോദ്യം ചെയ്തത്. എന്നാൽ ജയസൂര്യ നൽകിയിരിക്കുന്ന ഒരു മൊഴിയെന്ന് പറഞ്ഞാൽ അത് താൻ എൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ മാത്രമാണ് ഇതിൻ്റെ ഉടമയുമായിട്ടോ സ്ഥാപനത്തിൻ്റെ മറ്റ് ബന്ധപ്പെട്ട ആളുകളുമായിട്ടോ തനിക്കുണ്ടായിരുന്ന സൗഹൃദമെന്നും പരിചയമെന്നുമാണ്. മറ്റ് സാമ്പത്തിക ഇടപാടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിന് വേതനം പറ്റി എന്നത് മാത്രമാണ് ഇവരുമായിട്ടുള്ള ഒരു അടുപ്പമെന്ന കാര്യമാണ് ജയസൂര്യ പറയുന്നത്. എന്നാൽ നിരന്തരമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ വ്യക്തതയോടുകൂടി അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് സരിത ജയസൂര്യയായിരുന്നു ജയസൂര്യയുടെ ബാങ്ക് അക്കൗണ്ടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, പണമിടപാടുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സരിതയെയും അന്വേഷണ സംഘം വിളിപ്പിച്ചത്. ആദ്യം ജയസൂര്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. അതിനുശേഷം സരിത പിന്നീട് ലഭിച്ച ചില തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ സേവ് ബോക്സ് ആപ്പ് എന്നത് ഒരു ലേല ആപ്പാണ്. ആ ലേല ആപ്പിൽ പങ്കാളികളാക്കാൻ, അത്തരം ഒരു ഫ്രാഞ്ചൈസിയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി 5 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ അതിൽ പങ്കാളിയായാൽ വാഗ്ദാനം ചെയ്തു. അങ്ങനെ പണം 5 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ ആളുകളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്. പല മടങ്ങ് ലാഭവീതം നൽകാമെന്ന ഒരു വാഗ്ദാനമായിരുന്നു സ്വാദിഖ് റഹീം ഇതിൻ്റെ ഉടമ ഈ ആളുകൾക്കെല്ലാം തന്നെ നൽകിയിരുന്നത്. 5000 മുതൽ 25,000 രൂപ വരെ നിക്ഷേപിച്ചവരുണ്ട്. 5 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ച ആളുകളുണ്ട്. ഇവർക്കെല്ലാവർക്കും തന്നെ ഒരുപോലെ പണം നഷ്ടപ്പെടുകയും 20 കോടിയോളം രൂപ സ്വാദിഖിന്റെ കൈവശം മാത്രം എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്ന് പോലീസിൽ നിന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തത്. പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാടുകൾ അടക്കം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമായതോടുകൂടിയും അതനുസരിച്ചുള്ള പരാതികൾ നിരവധി എണ്ണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ലഭിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇഡി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നതും ഇതിന്റെ ഭാഗമായി സ്വാദിഖ് അടക്കമുള്ള ആളുകളെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. നേരത്തെ സ്വാദിഖ് ഈ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിരുന്നു. മറ്റ് ആളുകളിലേക്ക് കൂടി അന്വേഷണം വിശദമായി എത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സ്വാദിഖ് മാത്രമല്ല, ഇതിന്റെ ഉടമകളായി നിരവധി ആളുകളുണ്ട്. വിദേശത്ത് ബന്ധങ്ങളുള്ള ആളുകളുണ്ട്. വിദേശത്ത് ഇപ്പോഴും കഴിയുന്ന ചില ഉടമകൾ ഉണ്ട് എന്ന കാര്യമാണ്. ഈ ആപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വീണ്ടും ഹാജരാകാൻ ജയസൂര്യയോട് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനുവരി 7-ാം തീയതി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആദ്യഘട്ട ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.